ഭാവിയിൽ യൂറോപ്പ് ഒരു അപ്പോകലിപ്റ്റോ ദുരന്തത്തിന് ഇടയായി. അതിജീവിച്ചതോ വിരലിലെണ്ണാവുന്നവർ മാത്രം. എന്നാലും അവർ എല്ലാം സ്വയം നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇപ്പോഴും ഭൂമിയിലുണ്ട്. ഈ ശക്തി ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. ബാഴ്സലോണയിലെ ഒരു സ്കാറ്റർ റിങ്ങിലായിരുന്നു സെബാസ്റ്റ്യനും മകൾ അന്നയും അഭയം തേടിയിരുന്നത്. എന്നിരുന്നാലും അവർ ആ വലിയ സൗണ്ട് കേട്ട് ഓടാൻ തുടങ്ങുന്നു. അന്നേരം കുറെ കണ്ണ് കാണാത്ത ആളുകൾ വന്ന് അവരെ അടിച്ചു വീഴ്ത്തിയ ശേഷം ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു. അന്നേരം സെബാസ്റ്റ്യൻ കുപ്പിയെടുത്ത് പ്രതിരോധിക്കാൻ നിൽക്കുമ്പോൾ അയാളുടെ മകൾ അന്ന അയാളെ വിളക്കുന്നു. ശേഷം അയാൾ കണ്ണ് കെട്ടി കെട്ടിടത്തിന് പുറത്തു വരുന്നു. അവിടെ നഗരം തകർന്ന് തരിപ്പണമായിരിക്കുന്നു, നിറയെ ശവങ്ങളും. അങ്ങനെ അവർ നടക്കുമ്പോൾ അതിജീവിച്ച കുറെ ആളുകളെ കാണുന്നു. അവർ അവരെ കണ്ട് ഭയപ്പെടുന്നു. അന്നേരം സെബാസ്റ്റ്യൻ പറയുന്നു, ഞാൻ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറാണ്. അത് കേട്ട് അവർ അവരെയും ഗ്രൂപ്പിൽ കൂട്ടുന്നു. അവർ ഒരു വലിയ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരുടെ മുറിവുകൾ അവിടെയുള്ള ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കുന്നു. അത്താഴത്തിന് ശേഷം സ്വയം അതിജീവിക്കാൻ കണ്ണുകൾ തുന്നിച്ചേർത്ത ഒരാളെ അദ്ദേഹം കണ്ടുമുട്ടുന്നു. അദ്ദേഹം നേരിൽ കണ്ട ഭയാനകരമായ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു. അത്താഴത്തിന് ശേഷം എല്ലാവരും ബസ്സിൽ ഉറങ്ങുന്നു. സെബാസ്റ്റ്യൻ ഈ അവസരം മുതലെടുത്തു. അയാൾ ഒളിഞ്ഞുപോയി ഓഫീസിലെ എല്ലാ താക്കോലുകളും മോഷ്ടിക്കുന്നു. ശേഷം ബസ് സ്റ്റാർട്ടാക്കാൻ തുടങ്ങുന്നു. അന്നേരം ആ സൗണ്ട് കേട്ട് ഏലിയാന ഉണരുന്നു. നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അന്നേരം സെബാസ്റ്റ്യൻ പറയുന്നു, എല്ലാവരെയും രക്ഷിക്കാനാണെന്ന്. അന്നേരം ശരിയായ കീയെടുത്ത് അയാൾ വണ്ടി സ്റ്റാർട്ടാക്കി ഓടിക്കാൻ തുടങ്ങുന്നു. അന്നേരം ഉറങ്ങുന്ന ആളുകൾ എണീറ്റ് അയാളെ ആക്രമിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തു വന്നതും നിയന്ത്രണം വിട്ട് മറിയുന്നു. അന്നേരം ആ ശക്തി ഉണരുന്നു. പുറത്തു വന്ന എല്ലാവരും ഭയന്നു പോകുന്നു. സെബാസ്റ്റ്യൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് ഒരു പ്രകാശം പുറത്തു വരുന്നു. പുറത്തു വന്ന ഏലിയാനയെയും അദ്ദേഹം ബലമായി കണ്ണ് തുറപ്പിക്കുന്നു. അവളും അതിൽ നിന്ന് റിലീസാകുന്നു. എങ്ങനെ എല്ലാവരെയും അവർ രക്ഷിക്കുന്നു. 9 മാസം മുമ്പാണ് ബാഴ്സലോണ ഈ ഫോഴ്സിന് മുമ്പിൽ കീഴടങ്ങിയത്. അന്നേരം സെബാസ്റ്റ്യൻ ജോലിക്കിടയിലായിരുന്നു. അയാൾ ഒരു അലർട്ട് കാൾ വന്നു. ഭാര്യ മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു വിളിച്ചു. അങ്ങനെ അയാൾ ടൗണിലേക്ക് ഇറങ്ങി. അന്നേരം എല്ലാവരും ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. മുറിവേറ്റ ആളുകൾ സെബാസ്റ്റ്യനെ ശ്രദ്ധിക്കുന്നു. ആ നിമിഷം ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും അവന് ചുറ്റും പൊങ്ങാൻ തുടങ്ങി. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ സെബാസ്റ്റ്യൻ അവിടെ ആളുകൾ ആ ശക്തിക്ക് ഇരയാവുന്നത് കണ്ട് നഗരത്തിലേക്ക് തിരികെ വന്നു. അവിടെ കെട്ടിടം പൊട്ടിത്തെറിച്ചതും അയാൾ സ്കൂളിലേക്ക് ഓടിപ്പോയി. അവിടെ ഒരു കന്യാസ്ത്രീയ ടീച്ചർ മരിച്ചു കിടക്കുന്നു. എല്ലാ കുട്ടികളും ഭയന്നിരിക്കുന്നു. സെബാസ്റ്റ്യൻ അന്നയെ തേടി പിടിച്ച് ശേഷം അവർ രണ്ടുപേരും ഓടാൻ തുടങ്ങി. അന്നേരം സ്കൂളിന്റെ കവാടത്തിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നു. അന്നേരം അവർ വേറെ വഴി പോകുമ്പോൾ ഒരു പാസ്റ്ററുടെ അടുത്തെത്തുന്നു. അയാൾ പറയുന്നു, ഈ ശക്തി ഒരു മാലാഖയാണ്. അതിനാർക്കും തടയാൻ കഴിയില്ല. മനുഷ്യന്റെ എണ്ണം കുറച്ച് സന്തുലനാവസ്ഥ നിലനിർത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നു. അന്നേരം സെബാസ്റ്റ്യൻ കോട്ടെടുത്ത് മോളുടെ കണ്ണ് മറച്ച് ഫ്ലാറ്റിലേക്ക് ഓടുന്നു. അന്നേരം അയാളുടെ ഭാര്യ റോഡിലൂടെ ഓടി വരുന്നതും അവൾ ആക്സിഡന്റ് ആകുന്നു. ശേഷം പ്രസന്റിലേക്ക് പോകുന്നു. അവിടെ പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള പെയിന്റിംഗ് ചലിക്കുന്നതായി സെബാസ്റ്റ്യന് തോന്നുന്നു. താൻ അഹങ്കാരിയായതുകൊണ്ടാവാം ഇങ്ങനെ കാണുന്നതെന്ന് അയാൾ വിചാരിക്കുന്നു. കണ്ണ് തുറന്ന് ആളുകളുടെ ശരീരത്തിൽ നിന്നും ആ ലൈറ്റ് പോകുന്നതും കണ്ട് സെബാസ്റ്റ്യൻ നടന്നു നീങ്ങുന്നു. അന്നേരം ഒരു സ്ത്രീ ഷോപ്പ് കുത്തി തുറന്ന് അകത്ത് കയറാൻ ശ്രമിക്കുന്നു. അത് സെബാസ്റ്റ്യൻ തടയുന്നു. അന്നേരം കുറെ ഡോഗ് വന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അവിടെ നിന്ന് വേറൊരു സംഘത്തെ സെബാസ്റ്റ്യൻ പരിചയപ്പെടുന്നു. അവർ അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ ഒന്നും മടിക്കുന്നു. അന്നേരം ആ പഴയ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വസ്തുക്കൾ പൊങ്ങാൻ തുടങ്ങുന്നു. അന്നേരം അവരെല്ലാം ഓടി ഒളിക്കുന്നു. താനും ഒറ്റക്കാണുള്ളത് പറഞ്ഞ് സെബാസ്റ്റ്യൻ അവരുടെ കൂടെ കൂടുന്നു. ശേഷം ജനറേറ്റർ ഫോഴ്സിനെ കുറിച്ച് താൻ കള്ളം പറഞ്ഞതെന്ന് സമ്മതിക്കുന്നു. അന്നേരം അവർ തമ്മിൽ വഴക്കുണ്ടാവുന്നു. അന്നേരം സോഫിയ അവരെ തടയുന്നു. ജർമ്മൻ ഭാഷ അറിയുന്ന സോഫിയ സെബാസ്റ്റ്യന്റെ കഥകൾ ചോദിക്കുന്നു. അന്നേരം ബാഴ്സലോണയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം സെബാസ്റ്റ്യൻ പറയുന്നു. അന്നേരം അവരെല്ലാം അവനെ വിശ്വസിക്കുന്നു. ഈ ഫോഴ്സിൽ നിന്ന് രക്ഷ നേടാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ആ പർവ്വതക്കോട്ടയും അതിലേക്ക് നയിക്കുന്ന കേബിൾ കാറുമാണെന്ന് അവർ വരച്ച് കാണിക്കുന്നു. ചിത്രം കണ്ടപ്പോൾ തന്നെ മൗണ്ട് ജൂക്കിനെയാണ് വരയ്ക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവർ അവിടേക്കുള്ള യാത്ര തിരിക്കാൻ ഒരുങ്ങുന്നു. അന്ന് രാത്രി സെബാസ്റ്റ്യൻ ഒരു ദുസ്വപ്നം കാണുന്നു. അങ്ങനെ അവർ മോർണിംഗ് മൗണ്ട് ജൂക്കിലേക്ക് പോകുന്നു. ശേഷം ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. 8 മാസം മുമ്പ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ GPS ഉപയോഗിക്കുന്നു. പെട്ടെന്ന് ആ ഫോഴ്സ് വരുന്നതും അയാൾ തിരിച്ച് റൂമിലേക്ക് വരുന്നു. ശേഷം പ്രസന്റിലേക്ക് പോകുന്നു. രാത്രിയിൽ അവർ വിശ്രമിക്കാൻ നിർത്തുന്നു. ദൂരെ നിന്നും അന്ന അവരെ പിന്തുടരുന്നതായി സെബാസ്റ്റ്യൻ കാണുന്നു. ശേഷം സെബാസ്റ്റ്യൻ നായ്ക്കളെ കെട്ടയച്ചു വിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ രാവിലെ അവർ യാത്ര തുടരുന്നു. ആ ഫോഴ്സ് അവർക്ക് നേരെ വരുന്നു. അന്നേരം നായകൾ ചരട് പൊട്ടിച്ചോടുന്നു. അന്നേരം കണ്ണു തുറക്കാൻ സോഫിയോട് അവളുടെ അമ്മ പറയുന്നതായി അവൾ കേൾക്കുന്നു. അന്നേരം കൃത്യസമയത്ത് ബാക്കിയുള്ളവരുടെ ഇടപെടൽ മൂലം അവൾ രക്ഷപ്പെടുന്നു. അന്നേരം നായകളുടെ സൗണ്ട് കേട്ട് സഹിക്കവയ്യാതെ കൂട്ടത്തിലുള്ള ആൾ കണ്ണു തുറന്നു. അന്നേരം അയാളെ ആ ഫോഴ്സ് സ്വയം നിയന്ത്രിച്ച് മരണത്തിലേക്ക് നയിക്കുന്നു. നായകൾ ഓടിപ്പോയി
ഒക്ടാവിയോയെ കടിക്കുന്നു. അന്നേരം സുരക്ഷിതമായ വീട്ടിലേക്ക് അവരെ ഒരാൾ വിസിലടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. അന്നേരം ഒരാൾ പറയുന്നു, മനുഷ്യൻ്റെ ഇമോഷൻസ് ഈ ജീവിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന്. ഇത് സെബാസ്റ്റ്യന് സംശയം തോന്നാനിടയായി. അന്നേരം സോഫിയയുടെ കരച്ചിൽ നിൽക്കുന്നില്ല. അത് കണ്ട് സെബാസ്റ്റ്യൻ അന്നയുടെ മാല അവൾക്ക് സമ്മാനിക്കുന്നു. ശേഷം ഫ്ലാഷ് ബാക്ക്. എസ്തബാനും ഫ്രണ്ട്സും തെരുവിലിറങ്ങി ആളുകളെ മോചിപ്പിക്കുന്നു. അവരുടെ കണ്ണുകൾ തുറപ്പിക്കുന്നു. സെബാസ്റ്റ്യൻ അന്നയെ മരണത്തിന്റെ ശബ്ദത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ശേഷം പ്രസന്റിലേക്ക് വരുന്നു. സെബാസ്റ്റ്യൻ അന്നയെ ചുറ്റിനും കാണാൻ തുടങ്ങുന്നു. അന്നേരം ക്ലെയർ സെബാസ്റ്റ്യനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് നായിക അടിച്ച റോബർട്ടോക്ക് അസുഖം കൂടി വന്നു. എല്ലാവരും മരുന്ന് ഷോപ്പ് അന്വേഷിക്കാൻ തുടങ്ങി. അന്നേരം അന്ന അവിടെ വരുന്നു. ജനാല അടച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് ഒക്ടാവിയ കണ്ണു തുറന്നതും അയാൾ സ്വയം മരണത്തിന് കീഴടങ്ങി. ബട്ട് അയാളുടെ ശരീരത്തിൽ നിന്ന് ആ പ്രകാശം പോകുന്നത് സെബാസ്റ്റ്യൻ കാണുന്നില്ല. അന്നേരം അവിടെ വന്ന ക്ലെയറിന്റെ കണ്ണഴിക്കാൻ സെബാസ്റ്റ്യനെ അന്ന നിർബന്ധിക്കുന്നു. അന്നേരം ക്ലെയർ സെബാസ്റ്റ്യനെ അവിടുന്ന് വലിച്ചു കൊണ്ടുപോകുന്നു. ബാക്കിയുള്ള അംഗങ്ങളുമായി അവർ മൗണ്ട് ജോക്കിലേക്കുള്ള യാത്ര തുടങ്ങി. അന്നേരം എസ്തബാനെ എനിമെന്ന് അവരെ ആക്രമിക്കുന്നു. അവർ ഓടി ഒളിക്കുന്നു. ദമ്പതികളിൽ ഒരാൾക്ക് പരിക്കേൽക്കുന്നു. അന്നേരം അവർ കണ്ണഴിച്ച് സ്വയം മരണത്തിന് കീഴടങ്ങുന്നു. അന്നേരം സോഫിയ ക്ലെയറിനെയും കൂട്ടി സെബാസ്റ്റ്യൻ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നു. അന്നേരം സെബാസ്റ്റ്യന്റെ കണ്ണട ഇരുണ്ടതല്ലെന്ന് ക്ലെയർ മനസ്സിലാക്കുന്നു. അതായത് അവനും ഈ ഫോഴ്സിന് അടിമയാണ്. എല്ലാവരെയും കൊല്ലുന്നതും അവനാണെന്ന് മനസ്സിലാക്കുന്നു. ക്ലെയർ സോഫിയയും കൂടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവർ കെട്ടിടത്തിന് മുകളിലെത്തുന്നു. സെബാസ്റ്റ്യനും ക്ലെയറും തമ്മിൽ അവിടെ വഴക്കാവുന്നു. ഇതിനിടയിൽ ക്ലെയർ താഴെ വീഴുന്നു. അന്നേരം സോഫിയയുടെ കണ്ണഴിക്കാൻ സെബാസ്റ്റ്യൻ നോക്കുന്നു. അന്നേരം ആനയുടെ ശരീരത്തിൽ ബ്ലഡ് കണ്ടവൻ കുറ്റബോധം കാരണം അവളെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. സെബാസ്റ്റ്യൻ ആനയുടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്യാങ് വന്ന് അവരെ ആക്രമിക്കുന്നു. ബോധം വന്നപ്പോൾ അവൾ കെട്ടിടത്തിന് മുകളിലായിരുന്നു. അത് എസ്തബാനായിരുന്നു. അന്നേരം ആനയുടെ കണ്ണു തുറന്ന് അവൾ മരണത്തിന് കീഴടങ്ങുന്നു. അന്നേരം അവൻ്റെ കണ്ണു തുറന്നപ്പോൾ ആന വന്ന് കൂടുതൽ ആളുകളെ ഈ ഫോഴ്സിലേക്ക് അടിമയാക്കാൻ പറയുന്നു. ശേഷം പ്രസന്റാണ് കാണിക്കുന്നത്. സെബാസ്റ്റ്യൻ ക്ലെയറിനെ രക്ഷിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നു. നിങ്ങളെ സംരക്ഷിക്കുമെന്ന് സത്യം ചെയ്യുന്നു. ഈ ഫോഴ്സിന്റെ അടിമകൾ വന്ന് അവരെ ആക്രമിക്കുന്നു. അവർ മേൽക്കൂര വഴി രക്ഷപ്പെടുന്നു. ഒരു സ്ത്രീ വന്ന് സെബാസ്റ്റ്യനെ ആക്രമിച്ച് അവന്റെ കണ്ണുകൾ നശിപ്പിക്കാൻ നോക്കുന്നു. അന്നേരം അവളെ തള്ളിയിടുമ്പോൾ അവൾ ആ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിക്കുന്നു. അവർ 3 പേരും കാർ എടുത്ത് രക്ഷപ്പെടുന്നു. അന്നേരം എസ്തബാനും കൂട്ടരും അവരെ പിന്തുടരുന്നു. ആനയുടെ പ്രേതത്തെ അവഗണിച്ച് സെബാസ്റ്റ്യൻ വേഗത്തിൽ കാർ ഓടിക്കുന്നു. കേബിൾ ടവറിന്റെ അവിടെ എത്തുമ്പോൾ വാഹനം പൊട്ടിത്തെറിപ്പിച്ച് പിന്തുടരുന്നവരെ കൊല്ലുന്നു. ശേഷം അവരെ ആ ടവറിലേക്ക് വിട്ട് സെബാസ്റ്റ്യൻ എസ്തബാനെ തടയാൻ നിൽക്കുന്നു. അങ്ങനെ അവർ ആ ടവറിന് മുകളിലെ കേബിൾ കാറിൻ്റെ അടുത്തെത്തുന്നു. അവിടെ അത് പ്രവർത്തിക്കുന്നില്ല മനസ്സിലാക്കിയ ക്ലെയർ വൈബ്രേഷൻ ഉണ്ടാവാൻ ഒരു വലിയ മണി മുഴക്കുന്നു. അന്നേരം ഫോഴ്സ് വരുന്നു. എല്ലാം വൈബ്രേറ്റ് ആവാനും തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ടവരുടെ സൗണ്ടിൽ ഫോഴ്സ് സംസാരിക്കുമ്പോൾ ക്ലെയർ വീണ്ടും കണ്ണു മൂടിക്കെട്ടി. സോഫി വീഴാൻ പോകുമ്പോൾ ക്ലെയർ അവളെ രക്ഷിക്കുന്നു. അന്നേരം താഴെ അന്നയുടെ രൂപത്തിൽ തീപിടിച്ചതായി സെബാസ്റ്റ്യൻ കാണുന്നു. അയാൾ ഒരു കമ്പി എടുത്ത് അവളെ കൊത്തുന്നു. അവളുടെ രൂപത്തിൽ വന്നത് എസ്തബാൻ ആയിരുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നു. എസ്തബാൻ തിരിച്ച് അവനെയും കുത്തുന്നു. അന്നേരം മുകളിൽ ക്ലെയർ കേബിൾ കാറിലേക്ക് സുരക്ഷിതമായി ചാടുന്നു. കുത്തേറ്റ് എസ്തബാനും സെബാസ്റ്റ്യനും മരിക്കുന്നു. അന്നേരം കേബിൾ കാർ നീങ്ങുന്നത് കണ്ട് സന്തോഷത്തോടു കൂടിയാണ് സെബാസ്റ്റ്യൻ മരിക്കുന്നത്. അങ്ങനെ അവർ ഒരു സമൂഹമായി ജീവിക്കുന്നത് ക്ലെയർ കാണുന്നു. സോഫിയ അവളുടെ അമ്മയുടെ അടുത്തെത്തുന്നു. ക്ലെയറിനെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. ശേഷം സ്വയം നിയന്ത്രിക്കുന്ന ഈ ഫോഴ്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആൻറ്റിബോഡി അവർ ഒരു എലിയിൽ പരീക്ഷിക്കുന്നതായി കാണുന്നു. അന്നേരം ഫോഴ്സിൻ്റെ അടിമയെ അവിടെ കെട്ടിവെച്ചിരിക്കുന്നതായി കാണിച്ചാണ് സിനിമയുടെ അവസാനം. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്